അപ്പോൾ ഗൈസ്, നമ്മൾ ഇന്നത്തെ പരിപാടി കളിമണ്ണിൽ ചുട്ട കോഴി. അപ്പം വീഡിയോ തുടങ്ങാം. നമ്മൾ 4 കോഴി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഉള്ളിലെ വേസ്റ്റും സാധനങ്ങളൊക്കെ ഒഴിവാക്കിയാണ്. അപ്പോൾ ഇത് നമുക്ക് ഒന്ന് കഴുകി എടുക്കാം. ഉള്ളിലെ രക്തം കാര്യങ്ങളൊക്കെ ഒന്ന് പോക്കിട്ട് വെള്ളത്തിലിട്ടിട്ടാണ്. അയ്യോ, ഒന്നിട്ട് കേൾക്കാം നമുക്ക്. നമ്മൾ അവസാനത്തെ കേൾക്കലാണ്. 2-3 പ്രാവശ്യം കൈ എടുത്തിട്ടോ. കുറച്ച് വിളിച്ച് നമ്മളൊക്കെ മസാല പിടിക്കാൻ വേണ്ടിയിട്ട് ചെറുങ്ങനെ ഒന്ന് വരിഞ്ഞു കൊടുക്കുക. ജസ്റ്റ് ഭാഗങ്ങളൊക്കെ ഈ കോഴി ഏകദേശം ഈ കോഴി ഏകദേശം ഒരു മൂടുന്ന ലെവലിൽ നമുക്ക് വെള്ളം ഒഴിക്കുക. മതി. നമ്മളേക്കൊരു 4 പച്ചമുളക് എരിഞ്ഞിട്ട് കേട്ടോ. ഇഞ്ചി വെളുത്തുള്ളി അരച്ചതാണ് കേട്ടത്. ഇത് നമ്മൾ കൂട്ടി കൊടുക്കുക. ഇത് നമ്മൾ വിനാഗിരി കേട്ടോ, സുർക്കയാണേ. സുർക്കൻ്റെ എസൻസ് എന്ന് പറയും. നമുക്ക് വെച്ചു കൊടുക്കുക. ഇനി നമ്മൾ ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. മതിയോ? ഉപ്പ് നമ്മൾ ആവശ്യം ഇട്ട് കൊടുക്കാം കേട്ടോ. ഒന്ന് മിക്സ് ചെയ്തൊക്കെയാണ്. ചൂടിപ്പൂല ലേശം. 1 മണിക്കൂർ നേരം ഇതൊന്ന് മസാല പിടിക്കാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുക. ഉപ്പിലിട്ടേക്കുക കോഴി. കുഴപ്പമില്ല, മതി. ബക്കറ്റ് ഇവിടെ ഉണ്ട്. അപ്പൊ കോഴി നമ്മൾ 1 മണിക്കൂർ ഏകദേശം വെള്ളത്തിൽ വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ എടുത്തിട്ട് ഇനി ഇതിലെ വെള്ളം ഒന്ന് ചോർത്തിരിക്കണം. ഒരു ചെറിയൊരു ഓട്ടപാത്രത്തിൽ ഞാൻ വെച്ചെടുത്തിട്ട് ഒന്ന് വെള്ളം ഒന്ന് ശരിക്കൊന്ന് ചോരട്ടെ. ഇത് നമ്മൾ കോഴിൻ്റെ ഉള്ളിലേ നമുക്കൊരു തക്കാളി പച്ചമുളക്, ഒരു 4 പച്ചമുളക്, ഒരു ചെറുനാരങ്ങ കൊടുക്കുക. വേരോടം തിരികെ കൊടുക്കുക. രണ്ടില്ലി കരിവേപ്പ്, 2 പട്ട ഇട്ട് കൊടുക്കുക. പട്ട, 2 ഏലക്കായി. ഗ്രാമ്പൊക്കെ കുറച്ചിട്ടാൽ മതി കേട്ടോ. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചോളാം. വെളിച്ചെണ്ണ അങ്ങനത്തെ ഞാൻ കുത്തനെ വെച്ചാൽ മതി. നമ്മളത് ലാസ്റ്റാണ്. തക്കാളി ഇട്ടോ, പച്ചമുളക് ഇട്ടോ, ഒരു തക്കാളി ഇട്ട് ചെറുനാരങ്ങ കിടക്കട്ടെ. ഒന്ന് മല്ലിച്ചപ്പ്,
പക്ഷെ നമ്മൾ ജീരകപ്പൊടി ചേർക്കാൻ പോകണം. ഇത് മഞ്ഞപ്പൊടി കേട്ടോ. മഞ്ഞപ്പൊടി കുറച്ച് മഞ്ഞപ്പൊടി ഇട്ടാൽ മതി. കുരുമുളക് പൊടി ഇപ്പൊ പൊടിച്ചാട്ടോ. ലേശം ഉപ്പിട്ട് കൊടുക്കുക. കുറച്ച് ഉപ്പിട്ടാൽ മതിട്ടോ. ഉപ്പ് മറ്റേതിലൊക്കെ ഉപ്പുണ്ടോ തുറന്നു. മതിയോ? അല്ലേ? ഇതിൽ നമ്മൾ വെള്ളമൊന്നും ചേർത്തിട്ടില്ല കേട്ടോ. വെള്ളമൊന്നും ചേർക്കാതെ ഒരു മസാലയാണ്. മേലെ തുടച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാം, പോയി ഇതിന്റെ മേലേക്ക് വെക്കുക. മറിച്ചിട്ട് ആ കോയിന്റെ സൺഡർഭാഗം പൊട്ടിപ്പോയിട്ടോ. അപ്പൊ ഇതന്നെ നമ്മൾ ഇതിന്റെ മെയിൻ മസാല. വേറെ ഒന്നും നമ്മൾ ചേർത്തിട്ടില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാ, കോയി നല്ല ഇതിമക്ക് മാറ്റി വെച്ചിട്ട് നമ്മൾ ഇലയിൽ പൊതിയാനുള്ള പരിപാടി കേട്ടോ. അടുത്ത പരിപാടി ഇത് ഇലയിൽ പൊതിയാണ്. ഇത് ഇല ഞാൻ ചെറുങ്ങനെ വാട്ടിയിട്ടുണ്ട് കേട്ടോ. വാട്ടിയിട്ടില്ലെങ്കിൽ ഇല പൊട്ടിപ്പോവും. ഇങ്ങനെ വെക്കുക. ഈ ഒരു മടക്കല്, ഈ ഒരു മടക്കല്, മടക്കല് ഇവിടെ കയറോടെ കയറെടുത്ത നാല് സെറ്റായിട്ടോ. നമ്മൾ അടുത്ത പരിപാടി നമ്മൾ ഓയിൽ പേപ്പർ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഒരു മടക്ക് കുറച്ച് കൂടുതൽ നോട്ടെ. ഇങ്ങനോട് കാണണ്ടാവും. ഓയിൽ പേപ്പറിന്റെ പരിപാടി ഏകദേശം തീർന്നിട്ടുണ്ട്. നേരത്തെ നമ്മൾ കൊണ്ടുവന്ന മണ്ണാണ്. അഞ്ഞു വെള്ളം ഒഴിച്ചോ. ചട്ടി ഉണ്ടാക്കണം മണ്ണുപോലെയാണ്. എന്താണോ ചൂടായിട്ട് ഇങ്ങോട്ട് പൊട്ടണം. കുറച്ച് വെളിച്ചെണ്ണ കണ്ടിന് മണ്ണില്. നല്ലൊരു സുഖം ഉണ്ടായിനി. ചളിപൊളി ഇല്ലെങ്കിലല്ലേ. ഈ മണ്ണേ പൊട്ടല് കൂടിപ്പോയി. പൊട്ടിച്ചെറിയിട്ടെങ്കിൽ മിനുക്ക് പണിയാട്ടോ അവസാനത്തിന്റെ. ഞങ്ങളെ ലൊക്കേഷൻ ഒന്ന് മാറ്റിട്ടോ. ലൊക്കേഷൻ ഒന്ന് മാറ്റി. നമ്മൾ കരിക്ക് തീ പിടിക്കാൻ വേണ്ടിയിട്ട് ആദ്യം എന്ത് ചെയ്യാ, ചിരട്ടയിൽ കുറച്ച് കർപ്പൂരം ചേർത്തിട്ടുണ്ട്. കത്തിക്കോളൂ. ലേശം ഒന്ന് കത്തിയിട്ട് ചിരട്ടക്ക് തീ പിടിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാ, കരി ചേർത്ത് കൊടുക്കാം. നമ്മളെന്ത് ചെയ്യുക, കുറച്ച് കല്ല് വെച്ച് കൊടുക്കുക. കല്ല് വെച്ച് കൊടുത്താൽ എന്താ അറിയോ, നമുക്ക് കരി വല്ലാതെ കൂടുതൽ വേണ്ട. നമ്മളെ കരി ഏകദേശം ആയിട്ടുണ്ട് കേട്ടോ. അതോട്ടാ പഠിച്ചോ.
നമ്മൾ ഈ സൈഡത്തെ കല്ല് മാറ്റി കൊടുക്കണേ, കാറ്റ് കുറച്ച് കുറവുണ്ട്. കല്ല് എന്ന് പറയാൻ പറ്റില്ല, ഇത് മണ്ണാണ്. നോക്ക്, അതാണ് കല്ല്. ഏകദേശം ആയിട്ട് നമ്മളൊന്ന് മറിച്ചിടുക. ഏകദേശം വെന്തായിട്ടുണ്ട് കേട്ടോ. കുറച്ചേരൂടെ ഒന്ന് കിടക്കട്ടെ തീയില്. നമ്മളെ ചെക്കന്മാരൊക്കെ എത്തിയാണ് എല്ലാരും. അപ്പൊ തിന്നാനുള്ള ആളുകളൊക്കെ എത്തിയിട്ടുണ്ട്. പൊറോട്ട ഒന്നും ഇല്ല കേട്ടോ, കോഴി മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല, സാധനമൊന്നുമില്ല. സംഗതി റെഡിയായി പോയി. ഏതായാലും തീർക്കണം, ലൈറ്റിട്ടാണെങ്കിലും. നമ്മൾ ഏകദേശം ഇതിപ്പോ 2 മണിക്കൂർ വേവിച്ചിട്ടുണ്ട്. മണ്ണൊക്കെ പൊടിഞ്ഞാണ്ട് ഇതിന്റെ ഉള്ളിലേക്ക് വീണാണ്. അപ്പൊ ഒന്ന് നമ്മൾ എടുത്ത് പൊട്ടിച്ചാൻ പോവാണ്. കേട്ടി, കോയിൽ കൊണ്ട് മണ്ണൊക്കെ പോയിണ്. നമ്മൾ ലേശം ഇരുടായി പോയിട്ടോ. നമ്മൾ ഒന്ന് തൽക്കാലം ആവി ഒന്നുണ്ട്. നല്ല സ്മെല്ല്, നല്ല ആവി അടിക്കുന്നുണ്ട് കേട്ടോ. ചൂടാടാ, നല്ല ചൂടാ. വന്നിട്ടുണ്ട്, നല്ല ചൂടാ. ഉള്ളിലിട്ടേ, നമ്മൾ ഉള്ളിൽ തിരികെ സാധനം ഉണ്ടല്ലോ, അതൊക്കെ കിട്ടണമെങ്കിൽ ലേശം ചൂടാ. ലേശം ഇരുടായി പോയി സംഗതിയിൽ വീഡിയോ. അപ്പോൾ കോഴി ശരിക്ക് വെന്തിട്ടില്ല. നമ്മൾ ഒന്നുകൂടി കത്തിച്ച് ചേർക്കും. മണ്ണൊക്കെ പൊട്ടിപ്പോയി. ഇതിൽ പച്ചവെള്ളം സാധനമൊക്കെ ഇതിലുണ്ട്. കൗത്തൊക്കെ പൊട്ടിപ്പോയിനടാ. ഏതായാലും ഇനി നമുക്ക് ഇനി ജ്യൂസ് അടിക്കൽ നടക്കൂല, നമ്മളിങ്ങനെ തിന്നാ. ഇതിക്ക് സോസ് ഞാനേ നമ്മൾ ഈ തക്കാളി ഇതിലിട്ട മസാലകൾ ഉണ്ടല്ലോ, അതൊക്കെ പാടെ അടിച്ചിട്ട് നമ്മളൊരു പിന്നെ എന്ത് ചെയ്യണോ, നമ്മൾ സോസ് ആകണം വിചാരിച്ചിരുന്നു. ഇനിയിപ്പോ ഇരുടായില്ല, നമുക്ക് നടക്കൂല പരിപാടി. നല്ല സംഗതി നല്ല രസമുണ്ട്, വെന്തിട്ടുണ്ട്. കുറെ ടൈം എടുക്കണം വേകാൻ. പോയി നന്നായിട്ട് ലേശം ലൈറ്റ് പൊന്തിച്ചു പിടിച്ചാ. ഞങ്ങൾ മൊബൈലിന്റെ ഫ്ലാഷ് ലൈറ്റിലാണ് വീഡിയോ ചെയ്യണത്. ലേശം ഇരുടായി പോയി. ഫ്ലാഷ് ലൈറ്റ് അടിക്കുക. മുളക് നമ്മള് ഉപ്പിലിട്ട മുളകില്ലേ, കോയിലാതിട്ട മുളക്, ആ മുളക് അത് ഇന്നാലെ പൊതിച്ചുവിട്ടു. ആ മുളകൊക്കെ നല്ല ഉപ്പിടിക്കണം. സംഗതി നല്ല രസമുണ്ടല്ലേ മുളക് കൂട്ടിയിട്ട്. മുളക് കൂട്ടിയേക്കടാ, മുളക്. ആ മുളക് കൂട്ടി അടിച്ചു നോക്കൊന്ന്. ആ മുളകും കൂട്ടി കടിച്ചു നോക്ക്.
സംഗതി പോലന്റെ ടേസ്റ്റ്. നമ്മളാ ഉപ്പിൽ ടച്ചില്ലേ, പൊന്തിച്ചെടി സംഗതി പോലന്റെ ടേസ്റ്റ്. ഇനി അവിടെ മറ്റേ 4 അവിടെ വേഗം അടഞ്ഞു സാധനം. ഞങ്ങൾ ഇരുടായപ്പോ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഒന്നെടുത്താൽ മതിയെന്ന്. അല്ല, ഒരു കോഴി തീർന്ന്. നമ്മളിത് ഉദ്ദേശിച്ചത് എന്താ അറിയോ, നമ്മൾ ഉള്ളിൽ നിറച്ചില്ല. ഉള്ളിൽ നിറച്ച ആ തക്കാളി, ചെറുനാരങ്ങ, പച്ചമുളക്, ആ ചപ്പ് മല്ലി, ഇതൊക്കെ എന്ത് ചെയ്യണോ ഞങ്ങള് എടുത്താണ്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്താണ്ട് സാധനം ഒന്ന് ജ്യൂസ് അടിക്കാനാണ്. ഒരു ജ്യൂസ് അടിച്ചിട്ട് ഒരു സോസ് മാതിരി അതാക്കുക. എന്നിട്ട് ആ സോസിൽ കുത്തി തന്നെ ഞങ്ങൾ ഉദ്ദേശിച്ചു. പക്ഷെ ഇരുടായിപ്പോ ഞങ്ങൾ പോകണ്ടില്ലേ, മൊബൈലിന്റെ പിന്നെ ഫ്ലാഷ് ലൈറ്റ് ഇട്ടപ്പോ ചെയ്യണത്. ഇനി അപ്പുറത്ത് കുറെ ആളുണ്ട് കാത്തിട്ടുണ്ട്. നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്തിട്ട് വേണം അവർക്ക് സാധനം കൊടുക്കാൻ. അപ്പൊ സംഗതി ഇരുടായി പോയപ്പോ അപ്പൊ ആ പരിപാടി അവിടെ നടന്നില്ല. അപ്പോ ഈ ഒരു പരിപാടി ധൈര്യമായിട്ട് ട്രൈ ചെയ്തു കേട്ടോ. ഞങ്ങൾ കൂട്ടിയ മസാല ഞങ്ങൾ വീഡിയോ തുടക്കം മുതൽ കണ്ടാൽ ശരിക്കും മനസ്സിലാവും. സംഗതി പോലണ്ട ടേസ്റ്റ്. ഒരു രക്ഷയില്ല. ഒരു കോഴി ഈ 3 അവിടെ ഉണ്ട്. ഇതേ പേര് ബാക്കിയുള്ളൂ. ബാക്കി കഴിഞ്ഞു. കോഴി ഫുള്ള് ഫിനിഷ് ആയി. അപ്പൊ അതല്ല ഈ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്ത് ഫുള്ള് ഇരുട. ഇപ്പൊ മൊബൈലിന്റെ ഫ്ലാഷ് ലൈറ്റ് ഇട്ടിട്ട് നമ്മൾ വീഡിയോ തീർക്കണത്. നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് അടിക്കാം. പിന്നെ ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ ഡിസ്ലൈക്ക് അടിക്കാം. ഇങ്ങോട്ട് ഇത് പിടിക്കും. അപ്പോൾ എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് രേഖപ്പെടുത്തുക. ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. പിന്നെ അപ്പം അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ. നമ്മൾ അത് ബാക്കിയുള്ള തിന്നു തീർക്കട്ടെ. ഓക്കെ, കട്ട് ചെയ്തോളാം.